അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ഗളബിൻ്റെ ആഫത്തിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹസദും കൂടി ഈ ബാബിലുണ്ട്. ഗളബ് പറഞ്ഞു കഴിഞ്ഞതിൻ്റെ ശേഷമാണ് അത് തുടങ്ങുക. ഗളബ് എന്താണെന്നും പിന്നെ ഗളബിനെ ആക്ഷേപിച്ചുകൊണ്ട് ഹദീസുകൾ വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഇനി നമുക്ക് പറയാനുള്ളത് വലിന്നാസി ഫീഹി സലാസു ദറജാത്തിൻ എന്നത് മുതലാണ്. ജനങ്ങൾക്ക് ദേഷ്യത്തിൻ്റെ കാര്യത്തിൽ 3 കാറ്റഗറി ഉണ്ട്. ദേഷ്യം പിടിക്കുകയും പിടിക്കാതിരിക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ 3 കാറ്റഗറിയിലാണ് മനുഷ്യന്മാർ. അതിലൊന്ന് തഫ്രീത്തിൻ്റെ കാറ്റഗറിയാണ്. തഫ്രീത്ത് പറഞ്ഞാൽ വീഴ്ച വരുത്തുക. തഫ്രീത്തിൻ്റെ കാറ്റഗറി ഉണ്ടാവും, ഇഫ്രാത്തിൻ്റെ കാറ്റഗറി ഉണ്ടാവും. വേറൊന്ന് ഇഫ്രാത്ത് പറഞ്ഞാൽ ഓവർ, മറ്റൊന്ന് മധ്യനില. വീഴ്ച വരുത്തുക എന്ന് പറയുമ്പോൾ ഒന്നെന്താ തീരെ ദേഷ്യമില്ലാത്ത അവസ്ഥ, എന്തൊന്നാലും ദേഷ്യം പിടിക്കൂല, എല്ലാത്തിനും ചുരുക്കുക, ഒന്നിനും ദേഷ്യമില്ല, അങ്ങനത്തെ ഒരവസ്ഥ ഉണ്ടാവും. ചിലവർക്ക് ഇഫ്രാത്താണ്, ഓവർ, അനിങ്ങനൊക്കെ ദേഷ്യം, എന്തെന്നാലും ദേഷ്യം പിടിക്കുക. വേറൊന്ന് അതിൻ്റെ ഒരു മധ്യനില. സ്വാഭാവികമായിട്ടും എല്ലാ കാര്യങ്ങൾക്കും ഇങ്ങനെ 3 അവസ്ഥകളുണ്ടാവും. ദേഷ്യത്തിൻ്റെ കാര്യത്തിലും മനുഷ്യന്മാരിങ്ങനെ 3 അവസ്ഥയിലാണ്. അതാ വലിന്നാസി ഫീഹി സലാസു ദറജാത്തിൻ. ഒന്ന് അത്തഫ്രീത്ത്. എന്താ തഫ്രീത്ത് പറഞ്ഞാൽ വഹുവ ഫഖദു ഹാദിഹിൽ ഖുവ്വ, ഈ ഖുവ്വത്തില്ലാതാവുക. ദേഷ്യം പിടിക്കാനുള്ള ഖുവ്വത്ത് തന്നെ ഒരാൾക്കില്ലാതാവുക. ഔ ളുഫുഹ, അല്ലെങ്കിൽ ബലഹീനമാവുക. ഒന്നുമില്ല, എന്തോന്നോ അയാൾക്ക് ദേഷ്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് തന്നെ അറിയില്ല, ദേഷ്യം തന്നെ അല്ല, അല്ലെങ്കിൽ ഉണ്ട്, പറയാൻ മാത്രമല്ല, പറ്റ ചെറുതാണ്. അതായത് വദാലിക അദമുൽ ഹമിയത്തി, ഹമിയത്ത് ഇല്ലാതിരിക്കുക. ഒരു പിന്നെ അതിജയിക്കണം എന്ന ചിന്ത തീരെ ഇല്ലാതിരിക്കുക. ഹമിയത്ത് ഒരു എന്താണ് പറയുക, നേരെ വിദ്വേഷം എന്ന അർത്ഥം വെക്കാൻ പറ്റില്ല. സൃഷ്ടിക്കാനുള്ള താല്പര്യം അത് തീരല്ല. അത് ശരിയാത്തിൽ ഹുവ മദ്മൂമൻ, അത് ആക്ഷേപിക്കപ്പെട്ടത്. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. മനുഷ്യനെ കുറിച്ച് ദേഷ്യമൊക്കെ വേണം. തീരെ ദേഷ്യമില്ല പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾ ഇപ്പോൾ സ്വന്തം ഭാര്യയെ ഒരാൾ ബോക്കിക്കാൻ വന്നു, അങ്ങനെ നോക്കിക്കാൻ ഒരു ദേഷ്യമില്ല, അങ്ങനെ ആയാൽ പറ്റുമോ? പറ്റില്ലല്ലോ. ഒരു ദേഷ്യം വേണ്ടേ? ഒരാളിപ്പോൾ നമ്മളിങ്ങനെ ആക്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, ക്ഷമിക്കണമൊക്കെ നല്ല തന്നെയാണ്, ഇതിന് ക്ഷമ എന്നല്ല പറയാം. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ക്ഷമിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ദേഷ്യം തന്നെ സംഭവമേ ഇല്ല. അങ്ങനെ ആയാൽ നടക്കൂല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, ദേഷ്യം എന്നത് ഉണ്ടാക്കുന്നത് തന്നെ എന്തിനാണ്, ഉണ്ടാക്കിയത് തന്നെ എന്തിനാണ്? ഇഹ്ലാക്ക്. മനുഷ്യനെപ്പോഴും ഇഹ്ലാക്കിൻ്റെ മുന്നിലാണുള്ളത്. അതിൽ നിന്ന് രക്ഷ നേടാൻ ഒരാൾക്ക് ദേഷ്യം എന്ന് പറയുന്നത്, പിന്നെ ഇല്ലാതാകാൻ പറ്റുമോ? അപ്പോൾ ഒരാൾ ആ കോലത്തിലായാൽ പറ്റൂല. വഹുവൽ മുറാദു ബിഖൗലി ഷാഫിഈ, ഇമാം ഷാഫിഈ റളിയല്ലാഹുവിൻ്റെ വാക്കതാണ് ഉദ്ധരിക്കുന്നത്, പറയുന്നത് മനിസ്തുഗ്ലിബ ഫലം യഗ്ലബ് ഫഹുവ ഹിമാർ. വല്ലാത്തൊരു ആപ്തവാക്യാണ്. ഇമാമിനെ ഷാഫിഈ റളിയല്ലാഹു പറയുന്നത് മനിസ്തുഗ്ലിബ, ഒരാളെ ദേഷ്യം പിടിപ്പിക്കപ്പെട്ടു എന്നിട്ടും അവൻ ദേഷ്യം പിടിക്കണില്ല, ഫലം യഗ്ലബ്, എങ്കിൽ ഫഹുവ ഹിമാറുൻ, അവൻ കഴുതയാണ്. ഒരാളെ ദേഷ്യം പിടിപ്പിക്കപ്പെട്ടിട്ടും ദേഷ്യം പിടിക്കുന്നില്ലെങ്കിലും കഴുതയാണ്. എന്തിനാണ് മനുഷ്യൻ കഴുതയാവാൻ നിൽക്കുന്നത്? കഴുത അങ്ങനെയാണല്ലോ. കഴുത പരാക്രമം കാണിക്കൂല, എന്ത് ജോലി പറഞ്ഞാലും ഒക്കെ ചെയ്യുമല്ലോ. നമ്മൾ ഈ കഴുതകളെ മാതിരി പണിയെടുക്കുക എന്ന് പറയലുണ്ട്. ആ പ്രയോഗം അങ്ങനെ വന്നതാണ്. അപ്പം മനിസ്തുഗ്ലിബ ഫലം യഗ്ലബ് ഫഹുവ ഹിമാർ, ദേഷ്യം പിടിക്കപ്പെട്ടിട്ട് ദേഷ്യം പിടിക്കണില്ലെങ്കിൽ അയാൾ കഴുതയാണ് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ആവശ്യത്തിനുള്ള ദേഷ്യം മനുഷ്യന് വേണം. ഒന്നും തീരെ ദേഷ്യം പിടിക്കൂല എന്ന് പറഞ്ഞാൽ പറ്റൂല. വൽ മത്ലൂബ് മിൻഹു അൽ ഇഅ്തിദാൽ, ഇവിടെ ആവശ്യപ്പെടുന്നത് ഇഅ്തിദാലിൻ്റെ അവസ്ഥയാണ്. തീരെ ദേഷ്യം പിടിക്കാത്ത അവസ്ഥ ഉണ്ടാവരുത്, എന്തിനും ദേഷ്യം പിടിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. അപ്പോൾ രണ്ടാമത്തെ അവസ്ഥയാണ് ഈ പറയുന്നത്, ഇഅ്തിദാലിൻ്റെ അവസ്ഥ, ഒരു മധ്യനില. അതാണ് വഹുവല്ലദീ വസഫല്ലാഹു തആല ബിഹി സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും. സ്വഹാബത്തിനെ കുറിച്ച് അള്ളാഹു വസ്ഫ് പറഞ്ഞത് അങ്ങനെയാണ്.
മധ്യനില സ്വീകരിക്കുന്നു. അഥവാ അഷിദ്ദ ഉഅലൽ കുഫാരി റുഹമാ ഉബൈനഹും എന്ന് പറഞ്ഞു. വല്ലദീന മഅഹു അഷിദ്ദ ഉഅലൽ കുഫാരി റുഹമാ ഉബൈനഹും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയുള്ള സ്വഹാബികൾ കുഫാറിൻ്റെ മേൽ അവർ ദേഷ്യം പിടിക്കുന്നവരും അവർക്കിടയിൽ അവർ കാരുണ്യമുള്ളവരുമാണ് എന്ന് പറഞ്ഞു. നമുക്ക് അവർക്ക് ദേഷ്യമുണ്ട്, ദേഷ്യമില്ലായ്മയുമുണ്ട്. കുഫാറിനോട് അവർക്ക് ദേഷ്യമുണ്ട്, എന്നാൽ അവർക്കിടയിലോ അവർക്ക് റഹ്മത്തുമാണുള്ളത്. നമുക്ക് അവർ രണ്ടുമുണ്ട്. അപ്പം മനുഷ്യൻ വേണ്ടത് ഇത് രണ്ടിൻ്റെയും ഇടയിലാണ്. വസാലിസ് മൂന്നാമത്തെ അവസ്ഥ ഇഫ്രാത്തിൻ്റെ അവസ്ഥയാണ്. ഓവറാകുക, എല്ലാത്തിനും ദേഷ്യം പിടിക്കുക. ഒരു മനുഷ്യൻ്റെ ശരീരം ആകെ ദേഷ്യമുള്ളത്, വേറൊന്നുമില്ല. അത് വേറൊരു ദുരന്തമാണ്. വഹുവ അൻ യഖ്റുജ മിനൽ ഹദ്, പരിധിയിൽ നിന്ന് ദേഷ്യം പുറത്തു പോവുക. അങ്ങനെ ഫയഗ്ലിബ സാഹിബഹു, ഈ ദേഷ്യത്തിൻ്റെ ഉടമസ്ഥൻ, ഈ വ്യക്തി ഉണ്ടല്ലോ, വ്യക്തിയെ അതിജയിക്കുക. ബിഹൈസ് ലാ യദ്ഖുലു തഹ്ത സിയാസത്തിൽ അഖൽ വ ഇശാറത്തി ശറഅ, ബുദ്ധിയുടെ നിയന്ത്രണത്തിൻ്റെ കീഴിലോ ശരീഅത്തിൻ്റെ സൂചനകൾക്ക് കീഴിലോ വഴിപ്പെടാതെ. അതായത് ദേഷ്യം നമുക്ക് വേണം, പക്ഷേ ആ ദേഷ്യത്തെ നാം നിയന്ത്രിക്കണം. ദേഷ്യം നമ്മെ നിയന്ത്രിക്കരുത്. അവിടെയാണ് ദുരന്തം വരിക. ദേഷ്യമല്ല നമ്മെ നിയന്ത്രിക്കേണ്ടത്, നമ്മുടെ ബുദ്ധിയാണ് ദേഷ്യത്തെ നിയന്ത്രിക്കേണ്ടത്. ശറഅയിൻ്റെ നിയമങ്ങളാണ് ദേഷ്യത്തെ നിയന്ത്രിക്കേണ്ടത്. അപ്പോൾ ദേഷ്യം ഇങ്ങോട്ട് വരുമ്പോഴും അവൻ്റെ ബുദ്ധിയുടെ നിയന്ത്രണത്തിൽ ആ ദേഷ്യത്തെ നിർത്താൻ സാധിക്കുക. ശറഅയിൻ്റെ നിയമങ്ങൾക്ക് ആ ദേഷ്യത്തെ നിയന്ത്രിക്കാൻ സാധിക്കുക. അപ്പോൾ ദേഷ്യം കൊണ്ട് പിടിച്ച് എന്തെങ്കിലും ചെയ്യാൻ നിൽക്കുമ്പോഴും ശരീരത്തിൽ ഇത് തെറ്റാണല്ലോ, ഇങ്ങനെയല്ലല്ലോ നിയമമെന്ന് ചിന്തിക്കുമ്പോൾ ഒറ്റയ്ക്ക് ഒന്ന് മാറാൻ കഴിയുക. അപ്പോൾ ശറഅയിൻ്റെ നിബന്ധനകൾ, മനുഷ്യൻ്റെ ബുദ്ധിയുടെ ഉൾവിളി, ഈ കാര്യങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ദേഷ്യം. അതൊന്നുമില്ലാതെ ദേഷ്യം തന്നെയാണ് അവൻ്റെ ബുദ്ധിയെ നിയന്ത്രിക്കുന്നത്, അവൻ്റെ അറിവിനെ നിയന്ത്രിക്കുന്നത്. അങ്ങനെയായി കഴിയുമ്പോൾ അത് ഇഫ്രാത്തിൻ്റെ അവസ്ഥയാണ്. അത് ഓവറായിട്ടുള്ള പരിധി വിട്ട അവസ്ഥയാണ്. ആ അവസ്ഥ മനുഷ്യന് ദോഷം ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഫയസീറുൽ മർഉ മഅഹു കൽ മുൽത്തർ വഹാദ മദ്മൂം, മനുഷ്യൻ അതോടുകൂടി മുൽത്തറിനെ പോലെയായി. ദേഷ്യം കൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും ചെയ്യാൻ കഴിയില്ല. ഈ ദേഷ്യം എന്താണോ തേടുന്നത് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. അതൊരു മുൽത്തറിൻ്റെ അവസ്ഥയാണ്. വഹാദ മദ്മൂം, അത് ആക്ഷേപിക്കപ്പെട്ട ഒന്നാണ്. അത്തരം ദേഷ്യങ്ങളെ സംസ്കരിച്ച് നിയന്ത്രിച്ചുകൊണ്ട് കുറച്ചുകൊണ്ട് വരണം. അത് നിർബന്ധമായ കാര്യമാണ്. അത് എപ്പോഴും വയുറാ ലാഹിറുഹു, അവൻ്റെ പ്രത്യക്ഷ ഭാവത്തെ കാണപ്പെടും. ബിത്തഗയ്യുരിൻ, യത്തഗയ്യറു വയഖ്ബഹു, ബിത്തഗയ്യുരിനല്ല യത്തഗയ്യറു വയഖ്ബഹു, അവൻ പ്രത്യക്ഷത്തിൽ അവനെന്ത് ചെയ്യും, ഇങ്ങനെ പകർച്ചയാവും. എപ്പോഴും രൂപമാറ്റം വന്നുകൊണ്ടിരിക്കും, വൈരൂപ്യം വന്നുകൊണ്ടേയിരിക്കും. അവൻ്റെ പ്രത്യക്ഷ സ്വഭാവം നമ്മൾ കാണിക്കും. ആൾ വളരെ മോശമാണ്, എല്ലാത്തിനും ദേഷ്യം പിടിക്കുകയാണ്, വളരെ മോശം സ്വഭാവമാണെന്നൊക്കെ എല്ലാവരും പറയും. അപ്പോൾ അവൻ്റെ ഭാവപകർച്ച എപ്പോഴും വന്നു പെട്ടെന്നാണ് ആളെ സ്വഭാവമായിട്ട് മാറുന്നു. എന്തൊക്കെയോ കാട്ടിക്കൂട്ടണം, ചെറിയ എന്തെങ്കിലും വാക്കൊക്കെ മതിയാവും. അങ്ങനെയൊന്നും ആയിത്തീരരുത്. അവൻ വളരെ മോശമാകും. അവൻ്റെ സൂറത്ത് ബാത്തിൻഹി, അവൻ്റെ ഉള്ളിലെ സൂറത്തോ അത് ഏറ്റവും മോശമായിരിക്കും. ഒരാളുടെ ബാഹ്യരീതി, ബാഹ്യമായ ഒരാളുടെ സ്വഭാവം മോശം കാണുന്നുണ്ടെങ്കിൽ അയാളുടെ ആന്തരിക സ്വഭാവം അതിനേക്കാൾ എത്രയോ മോശമായിരിക്കും. പുറത്ത് കാണുന്നതിനേക്കാൾ മെച്ചമായിരിക്കില്ല ഒരിക്കലും ഉള്ളിൽ എന്ന് മനസ്സിലാക്കണം. അപ്പം ഇഫ്രാത്തിൻ്റെ അവസ്ഥ പ്രശ്നമാണ്, തഫ്രീത്തിൻ്റെ അവസ്ഥയും പ്രശ്നമാണ്. ഇഅ്തിദാലിൻ്റെ അവസ്ഥയാണ് എപ്പോഴും ഏറ്റവും നല്ലത്. ഏത് കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇഅ്തിദാലിൻ്റെ അവസ്ഥയാണ് മനുഷ്യന് വേണ്ടത്. ഒരു ഹദീസ് നോക്കൂ. വറുബിയ അന്ന ആയിഷത റളിയല്ലാഹു അൻഹാ ഗളബത മറത്തൻ, ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹാ ദേഷ്യം പിടിച്ചു. ആയിഷ ബീവിക്ക് എന്തോ ഒരു വിഷയത്തിൽ ദേഷ്യം വന്നു. അപ്പോൾ നബി തങ്ങൾ ആയിഷ ബീവിയോട് പറഞ്ഞു, ജാഅ ശൈത്താനുക്കി എന്ന് പറഞ്ഞു. ഓ, എൻ്റെ ശൈത്താൻ വന്നല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ ശൈത്താൻ വന്നില്ലേ എന്ന് ചോദിച്ചു. നബി തങ്ങൾ വളരെ തമാശ കൂടെ കാര്യം പറയണം. കാരണം എല്ലാ മനുഷ്യൻ്റെ കൂടെയും ഒരു പിശാചുണ്ടല്ലോ, ആ ശൈത്താനാണ് നമ്മൾ ദേഷ്യം പിടിപ്പിക്കുന്നവൻ. അപ്പോൾ ദേഷ്യം പിടിച്ചപ്പോൾ റസൂൽ പറയാം, ഓ, എൻ്റെ ശൈത്താൻ വന്നില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ആയിഷ ബീവിൻ്റെ തിരിച്ചുള്ള ചോദ്യം നോക്കൂ. അവിടെ ആയിഷ റളിയല്ലാഹു അൻഹ ഒരു കാര്യം പഠിക്കാൻ വേണ്ടി ചിലവഴിക്കുകയാണ് ആ സമയം. അത് പറഞ്ഞതിന് ദേഷ്യം പിടിക്കല്ല. ആയിഷ ബീവി ചോദിച്ചു, ഒമാലൊക്കെ ശൈത്താൻ, നിങ്ങൾക്ക് ശൈത്താനില്ലേ എന്ന് ചോദിച്ചു. എന്താ ചോദ്യം? നിങ്ങൾക്ക് ശൈത്താനൊന്നുമില്ലേ എന്ന് ആയിഷ ബീവി നബി തങ്ങളോട് ചോദിക്കുകയാണ്. കാരണം എല്ലാ മനുഷ്യൻ്റെ കൂടെയും ശൈത്താനുണ്ടെന്ന് നബി തങ്ങൾ പറഞ്ഞതാണ്. ശൈത്താനും മലക്കും എല്ലാവരുടെ കൂടെയുമുണ്ട്. നന്മ കൽപ്പിക്കുന്നത് മലക്കാണ്, തിന്മ കൽപ്പിക്കുന്നത് ശൈത്താനാണ് എന്ന്. അപ്പം നിങ്ങളെ ശൈത്താൻ നിങ്ങളൊപ്പല്ലേ എന്ന് ചോദിച്ചു. അപ്പം നബി തങ്ങളെ മറുപടി, ബല, അതേ ഉണ്ട്, എൻ്റെ കൂടെയും ശൈത്താനുണ്ട്. പക്ഷേ വലാകിൻ ദഅവതുല്ലാഹ
ഞാൻ അള്ളാഹിനോട് ദ്വാരുന്നു. അങ്ങനെ ഫഅഅനനി അലൈഹി, ആ ഷെയ്ത്താൻ്റെ മേൽ അള്ളാഹു എന്നെ സഹായിച്ചു. ഫഅസ്ലമ, ആ ഷെയ്ത്താൻ മുസ്ലിമായി. ഫലാ യഅ്മുറു ഇല്ലാ ബിൽ ഖൈർ, അവൻ ഖൈർ കൊണ്ടല്ലാതെ കൽപ്പിക്കില്ല. അപ്പം നിങ്ങൾക്ക് ഷെയ്ത്താൻ ഇല്ല എന്ന് ചോദിച്ചാൽ എൻ്റെ മറുപടി അതാണ്. അതെ, ഷെയ്ത്താനുണ്ട്, പക്ഷെ എൻ്റെ ഷെയ്ത്താൻ മുസ്ലിമായ ഷെയ്ത്താനാണ്. എല്ലാ മനുഷ്യൻ്റെ കൂടെയും ഷെയ്ത്താനും മലക്കും ഉണ്ടാവും, അതും ഇല്ലാതാക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആയിഷ ബി ചോദിക്കുന്നത് ഷെയ്ത്താങ്ങളൊപ്പില്ലേ. കാരണം ആയിഷ ബിയോട് പറഞ്ഞാൽ എന്താ, ആ ഷെയ്ത്താനിക്ക് എൻ്റെ ഷെയ്ത്താൻ വന്നു എന്നാണ് പറഞ്ഞത്. അപ്പം അതിൻ്റെ തിരിച്ചുള്ള പ്രതികരണം ഷെയ്ത്താങ്ങളൊപ്പില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞതാണ് ഷെയ്ത്താൻ്റെ ഒപ്പമുണ്ട്, പക്ഷേ അള്ളാഹ് എന്നെ സഹായിച്ചിട്ടുണ്ട് ഷെയ്ത്താൻ്റെ കാര്യത്തിൽ. ആ ഷെയ്ത്താൻ മുസ്ലിമായിട്ടുണ്ട്, എന്നോട് നന്മ മാത്രമേ എൻ്റെ ഷെയ്ത്താൻ കൽപ്പിക്കുള്ളൂ എന്നർത്ഥം. ഇങ്ങനെ പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, കാന സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യഗ്ളബു ലിദ്ദുനിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുന്യാവിന് വേണ്ടി ദേഷ്യം പിടിക്കാറില്ല, ദുന്യവിയായ കാര്യങ്ങൾക്ക് വേണ്ടി ദേഷ്യം പിടിക്കില്ല. നമുക്കുള്ള പ്രശ്നം എന്താ വെച്ചാൽ, നമ്മൾ ദുന്യാവിൻ്റെ കാര്യത്തിന് വേണ്ടി മാത്രമേ ദേഷ്യം പിടിക്കുള്ളൂ എന്നുള്ളതാണ്. അത് നബി തങ്ങൾ ചെയ്യൂല. എന്നാൽ ഫൈദ അഗ്ളബഹുൽ ഹഖ്, ശരി സത്യം നബി തങ്ങളെ ദേഷ്യം പിടിപ്പിച്ചാൽ, ലം യഅരിഫു അഹദുൻ, ഒരാളും പിന്നെ നബി തങ്ങളെ അറിയില്ല. അത്രത്തോളം ഭാവമാറ്റം വരും. ലം യഖും ലിഗളബിഹി ഷൈഉൻ ഹത്താ യന്തസറ ലഹു, പിന്നെ നബി തങ്ങളെ ദേഷ്യം അടങ്ങുക തന്നെ ഇല്ല. ഹത്താ യന്തസറ ലഹു, ആ ദേശത്തിന് സഹായം കിട്ടുന്നത് വരെ, അഥവാ ആ ദേശത്തിൻ്റെ ദേഷ്യം പിടിക്കാനുള്ള കാരണത്തിൽ നബി തങ്ങൾ വിജയിക്കുന്നത് വരെ. അത് ഹക്കിൻ്റെ കാര്യത്തിനാണ്. സത്യത്തിൻ്റെ കാര്യത്തിൽ ദീനിൻ്റെ ഹുർമത്ത് പറിച്ച് ചിന്തിയാൽ അവിടെ നബി തങ്ങൾ വളരെ ശക്തവാനായ ദേശക്കാരനായിരിക്കും. ആ ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ദേശത്തിനനുസരിച്ച് തന്നെ പ്രവർത്തിക്കുകയും ചെയ്യും. നേരെ മറിച്ച് ദുന്യവിയായ കാര്യം, സ്വന്തം പ്രവർത്തനങ്ങൾ, അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ആരോടും ദേഷ്യപ്പെടില്ല. നമ്മുടെ രീതി അനുസരിച്ചുണ്ടാവുക, നാം ഇതിന് നേരെ ഓപ്പോസിറ്റ് സൈഡായിരിക്കും എന്നുള്ളതാണ്. നമ്മൾ നമ്മുടെ കാര്യത്തിനാണ്, ദുന്യാവിൻ്റെ കാര്യത്തിനാണ് ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്നത്. നമ്മൾ സ്വയം അങ്ങനെ ആലോചിച്ച് നോക്കിയാൽ മതി. ഉഖ്റവിയായ കാര്യത്തിൽ ദീനിൻ്റെ ഒരു ഷിയാറിനെ ഒരാൾ പറിച്ചു ചിന്തുന്നു, ഒരാൾ പിന്നെ അള്ളാഹുവിനെ കുറ്റം പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറ്റപ്പെടുത്തുന്നു. ദീനിയായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരാളോടും ദേഷ്യം പിടിക്കാറില്ല എന്നതാണ് വസ്തുത. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരെ തിരിച്ചാണ്. ദുന്യവിയായ കാര്യത്തിന് വേണ്ടിയും സ്വന്തം കാര്യത്തിന് വേണ്ടിയൊന്നും ആരോടും ദേഷ്യം പിടിക്കില്ല. എന്നാൽ ദീനിയായ കാര്യത്തിനോ നല്ല ദേഷ്യം പിടിക്കും. ആ ദേശത്തെ ഒതുക്കാൻ ആർക്കും കഴിയില്ല. ആ വിഷയം അവസാനിപ്പിക്കുക എന്നുള്ളതല്ലാതെ. വാലം അനൽ ഗളബ വ ഇല്ലം യുംകിൻ ഇസാലത്തുഹു ബിൽ കുല്ലിയ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ദേഷ്യം പൂർണ്ണമായി ഒരാൾക്ക് ഇല്ലാതാക്കാൻ കഴിയില്ലെങ്കിലും ഫയുംകിനു അൻ യുഖല്ലില വ യുജാഹിദ, അവന് ദേഷ്യം കുറച്ചു കൊണ്ടുവരാൻ കഴിയും, മുജാഹദ ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഒരാൾക്ക് ഭയങ്കര ദേഷ്യത്തിൻ്റെ ആളാണ് നോക്കുക, ദേഷ്യത്തെ പറ്റില്ലാതാക്കാൻ കഴിയില്ല, ഇല്ലാതാക്കാൻ പറ്റൂല. നമ്മൾ പറഞ്ഞല്ലോ, ദേഷ്യം മനുഷ്യന് ആവശ്യമാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഇത് കുറക്കണം, മുജാഹദ ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരണം. ഖുസൂസൻ പ്രത്യേകിച്ചും ഇദാ ലം യകുൻ ഫീ ദറൂരിയാത്തിൽ മഈഷ, ജീവിക്കാൻ ആവശ്യമുള്ള ദറൂരിയായ കാര്യങ്ങളിലല്ലാതിരിക്കുമ്പോൾ, നമുക്ക് ജീവിക്കാൻ ആവശ്യമായ അനിവാര്യമായ കാര്യങ്ങൾ, അവിടെയൊക്കെ ദേഷ്യമില്ലെങ്കിൽ ഇവനൊന്നും നടക്കൂലല്ലോ. അവൻ്റെ തൊഴിൽ, പിന്നെ ഇപ്പോൾ നമുക്ക് ജീവിക്കാൻ താല്പര്യം വേണ്ടേ? ഇപ്പോൾ ഒരാൾ നമ്മെ എന്തെങ്കിലും ആക്രമിക്കുന്നു, ഓൻ ദേഷ്യം പിടിക്കാതെ അങ്ങനെ ഇരുന്ന് നിൽക്കുകയാണ്, ഓൻ തന്നെ ജീവൻ പോകുന്നില്ലേ? അപ്പോൾ അതൊക്കെ ദറൂരിയാത്തിൽ ഹയാത്തിൽപ്പെട്ടതാണ്. അത്തരം കാര്യത്തിൽ എന്തായാലും വേണം. പക്ഷേ അത്തരം കാര്യത്തിലല്ല ഒരാളെ ദേഷ്യമെങ്കിൽ, വെറുതെ അനാവശ്യ കാര്യത്തിലാണ് പെരും ദേഷ്യത്തിൻ്റെ അവസ്ഥ. അങ്ങനെയാണെങ്കിൽ അതെങ്ങനെങ്കിലും ഇടങ്ങേറയോ കുറച്ചുകൊണ്ടിരണം. അതിന് ശക്തമായ ചെറുത്തുനിൽപ്പ്, സ്വന്തം ശരീരത്തോട് അവൻ ജിഹാദ് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. അത് കുറച്ച് കൊണ്ടുവരണം. വദാലിക, അതിങ്ങനെ ബി അൻ യഅരിഫ നഫ്സഹു വഖിസതഹ, ആദ്യം സ്വന്തം നഫ്സിൻ്റെ, സ്വന്തം ആത്മാവിനെ കുറിച്ച് അറിയണം, അതിൻ്റെ പിന്നെ മോശത്തെക്കുറിച്ച് അറിയണം. നമ്മുടെ ശരീരം വളരെ മോശമാണ്, നമ്മുടെ ആത്മാവ് എന്നാൽ നാം എന്നർത്ഥം. ഞാനൊരു മോശക്കാരനാണ് എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് പോയി ആലമാവും അറിയുക, അന്നഹുല എംബഗി ലഹ അൽ ഇസ്തിലാവു, എനിക്ക് മെയിനാകാൻ പറ്റൂല, എനിക്ക് പൊന്താൻ പറ്റൂല, ഞാൻ പൊന്താൻ അർഹനായ ആളല്ല എന്ന് ചിന്തിക്കുക. മാത്തിരിക്കൽ ഹിസ്സ, ആ ഹിസ്സത്തോടു കൂടി ഞാൻ വളരെ മോശക്കാരനാണ്, ഈ മോശപ്പെട്ട ഞാൻ എങ്ങനെയാണ് ആൾക്കാർ മുമ്പിൽ വലിയ ആളാവുക? അതെനിക്ക് പറ്റുന്നതല്ലല്ലോ. മാത്തിരിക്കദ്ദിർ ഹിസ്സത്തി വദ്ദന വരഹനു. അപ്പോൾ നമുക്കൊരിക്കലും ചെയ്യാൻ പറ്റാത്ത ഒന്നാണ് ഈ ദേഷ്യം പിടിക്കുന്നത്. ഇന്നലത്തെ ക്ലാസ് പറഞ്ഞിട്ടുണ്ടാവും. ദേഷ്യം പിടിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ വലിയ ആളാണ് തോന്നിയതുകൊണ്ടാണ്. കാരണം നമ്മളങ്ങനെയാണല്ലോ, ഇന്നോടെങ്ങനെയാണോ അങ്ങനെ പറയാം, ഇന്നോടെങ്ങനെയാണോ അങ്ങനെ ചെയ്യുക എന്നൊക്കെ നമ്മൾ ചിന്തിക്കുക. അപ്പം ഇന്നോട് എന്ന് പറഞ്ഞാൽ ഞാൻ ആരാണ്? ഞാൻ അവനേക്കാളൊക്കെ വലിയൊരാളാണ്.
ഈ അഹങ്കാരഭാവത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ മനുഷ്യന് ദേഷ്യം എന്തിന് വരുന്നത്. അപ്പോൾ ആദ്യം നമ്മെക്കുറിച്ച് മനസ്സിലാക്കുക, ഞാൻ ആരാണെന്ന് മനസ്സിലാക്കുക. ഞാൻ ഏറ്റവും മോശപ്പെട്ടവനാണെന്ന് മനസ്സിലാക്കിയ പ്രശ്നം കഴിഞ്ഞു. എത്ര വൃത്തികെട്ടവനാണ് ഞാൻ. കാരണം നമുക്ക് നമ്മളെപ്പറ്റി അറിയാലോ. വേറെ ആരൊക്കെ നമ്മളെപ്പറ്റി എന്തൊക്കെ നന്മകളും മധുഹുകളും പറഞ്ഞാലും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ മനസ്സാക്ഷി എന്ന ഒന്നുണ്ട്. ഞാൻ അതിന് അർഹനല്ല എന്നുള്ളൊരു ബോധമുണ്ട്. ആ ബോധത്തെയാണ് മുന്നിലേക്ക് കൊണ്ടുവരേണ്ടത്. അങ്ങനത്തെ ബോധം മുന്നിലേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോൾ അവൻ സ്വാഭാവികമായിട്ടും അപ്പം എനിക്ക് ഇതിനെ ദേഷ്യം പിടിക്കണം എന്ന് തോന്നും. ഞാൻ അത്ര മോശക്കാരനാണ്, പിന്നെ പിന്നോട് അങ്ങനെ ആൾക്കാർ ചെയ്യുകയാണെങ്കിൽ ചെയ്തോട്ടെ, ഞാനിതിനെ ദേഷ്യം പിടിക്കണത് എന്ന് ചിന്തിക്കാൻ പറ്റണം. വനഹനു നുബയ്യനു ഇതാരി, ഇത് നമുക്ക് വിശദീകരിക്കാം നാളാക്കാലത്തെ പാഠം. അപ്പം ഇതാണ് ഇലാജ് എന്ന് പറഞ്ഞത്. അതായത് ദേഷ്യത്തെ ചികിത്സിക്കുക. അല്ലാതെ അപ്പോൾ ഇതിന് പിന്നെ ടോണിക്കും ടാബ്ലറ്റും ഒന്നും ഉണ്ടാവില്ല. ഇത് ഈ നിലക്ക് ചികിത്സിക്കണം. ആ ചികിത്സിക്കുന്നതിൻ്റെ ഒരു സ്റ്റെപ്പാണ് യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളുക എന്ന് പറയുന്നത്. സ്വന്തത്തെക്കുറിച്ചുള്ള യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുക എന്നത് അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഭാഗമാണ്. അത് കഴിഞ്ഞാൽ അവൻ്റെ ചികിത്സ നടക്കും. ഇൻഷാ അല്ലാഹ് ചികിത്സൻ്റെ ഭാഗമാണ് എന്ന് നമുക്ക് പറയാനുള്ളത്. അടുത്ത ക്ലാസ്സിലാക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.